പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴം നുറുക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു പഴം നുറുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാടങ്ങ് കട്ടി കുറഞ്ഞു പോകരുത്. ഈ ഒരു കട്ടിയിൽ തന്നെ വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പഴനുറുക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള പഴം എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം 2 സൈഡും ഒരുപോലെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി കിട്ടും കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്തത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകണ്ട. നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര പാനി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് ശർക്കര പാനി ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങളെടുക്കുന്ന തേങ്ങയുടെ അനുസരിച്ച് വേണം ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പകുതി വറ്റി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 ഏലക്ക പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. പൊട്ടിച്ചോ പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നാലേ കറക്റ്റ് ആ ഒരു ഏലക്കയുടെ ഫ്ലേവർ നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അതായത് ഇപ്പം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള പഴം എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. വളരെ സോഫ്റ്റായിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട്. നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന പഴമൊന്നും പൊടിഞ്ഞു പോകാതെ വളരെ പതുക്കെ തന്നെ വേണം ഇത് മിക്സാക്കി കൊടുക്കാനായിട്ട്. ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനി വറ്റി കിട്ടാനുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പഴം നുറുക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. പപ്പടത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടോ ഇത് വളരെ നല്ലത്. നല്ലൊരു മധുരമൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. മാത്രമല്ല തിരുവോണ നാളിൽ നമ്മൾ ഇതായിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇനി ഏത്തപ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്